1985 ഡയറക്ടേഴ്സായ ഹയാവോ മിയാസാക്കിയും ഇസാവോ തകഹാത്തയും പ്രൊഡ്യൂസറായ തോഷിയോ സുസുക്കിയും ഫൗണ്ട് ചെയ്ത ഒരു ആനിമേ സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ ജിബ്ലി. ജിബ്ലി എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം മരുഭൂമിയിലെ ചൂടുകാറ്റ് എന്നാണ്. ആനിമേ ലോകത്തിലേക്ക് പുതുമ നിറഞ്ഞതും ശക്തവുമായ കഥകളെയും കഥാപാത്രങ്ങളെയും ഒരു കാറ്റ് പോലെ മൃദുലമായി വന്ന് അവതരിപ്പിക്കാനുള്ള മിയസാക്കിയുടെ സ്വപ്നമായിരുന്നു ഈ സ്റ്റുഡിയോ. ഒരു പറ്റം ഗംഭീരമായ സിനിമകൾ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത പറയാത്ത കഥകൾ, ഒരു റിയൽ ലൈഫ് സിനിമയിൽ ഒരിക്കലും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത ആശയങ്ങൾ, മനസ്സിൽ പതിയുന്ന നിഷ്കളങ്കമായ കുറെ ക്യാരക്ടേഴ്സ്. സ്റ്റുഡിയോ ജിബ്ലി കഴിഞ്ഞ 38 വർഷമായി പ്രേക്ഷകർക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യവിസ്മയമാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സ്റ്റുഡിയോ ജിബ്ലി മൂവീസ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ എക്കാലത്തെ മികച്ച 10 സിനിമകൾ ഏതാണ് എന്നതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്പർ 10, വിസ്പർ ഓഫ് ദ ഹാർട്ട്. യോഷിഫോമി കോണ്ടോ സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ സിനിമയാണ് വിസ്പർ ഓഫ് ദ ഹാർട്ട്. വളരെ മനോഹരമായി ആനിമേറ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ 2 ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവരുടെ സർഗാത്മകതയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. ഷിസുക്കി എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ പ്രധാന ക്യാരക്ടർ. അവളുടെ ജീവിതവും അവൾ കണ്ടുമുട്ടുന്ന ക്യാരക്ടേഴ്സും അതിലൂടെ രൂപാന്തരപ്പെടുന്ന അവളുടെ ജീവിതവും ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. നിത്യജീവിതത്തെ വളരെ റിയലിസ്റ്റിക്കായി പൊർട്രേ ചെയ്തും വളരെ ചെറിയ ഡീറ്റെയിൽസ് വരെ ഗംഭീരമായി അവതരിപ്പിച്ചും ഇതിനെല്ലാം അപ്പുറം ഈ കഥയെ മനോഹരമായി നറേറ്റ് ചെയ്തും എല്ലാ പ്രായക്കാരെയും പിടിച്ചിരുത്താൻ കെൽപ്പുള്ളൊരു സിനിമയായി വിസ്പർ ഓഫ് ദ ഹാർട്ട് മാറുന്നുണ്ട്. സ്വപ്നങ്ങൾ കാണണമെന്നും അതൊന്നിനു വേണ്ടി വിട്ടുകൊടുക്കരുതെന്നും ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്പർ 9, ദ ടെയിൽ ഓഫ് പ്രിൻസസ് കഗുയ. ഇസാവോ തകഹാത്ത സംവിധാനം ചെയ്ത് 2013 റിലീസ് ചെയ്ത സിനിമയാണ് ദ ടെയിൽ ഓഫ് പ്രിൻസസ് കഗുയ. വളരെ യുണീക്കായിട്ടുള്ളൊരു വിഷ്വൽ സ്റ്റൈലാണ് ഈ സിനിമയെ മറ്റ് ആനിമയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം. ട്രഡീഷണൽ ആയിട്ടുള്ള ജാപ്പനീസ് ബ്രഷ് പെയിന്റിംഗ് സ്റ്റൈലാണ് ഈ സിനിമയിലുടനീളം ഉപയോഗിച്ചിട്ടുള്ളത്. ദ ടെയിൽ ഓഫ് എ ബാംബു കറർ എന്ന ജാപ്പനീസ് ഐതിഹ്യത്തെ ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയാണ് ഈ സിനിമ. മനുഷ്യരും സമൂഹവും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ ജീവിച്ചു മരിക്കേണ്ടവരല്ല നമ്മളെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിലെ നന്മയെ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കരുതെന്നും അതിമനോഹരമായി പറഞ്ഞു വെക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വിഷ്വലി ആൻഡ് നറേറ്റീവ്ലി കാഴ്ചക്കാരുടെ എല്ലാ എക്സ്പെക്ടേഷൻസിനെയും മറികടക്കാൻ സാധിച്ച ഈ സിനിമ ഒരു പുതുമ നിറഞ്ഞ ദൃശ്യവിരുന്നാണ് കാഴ്ചക്കാരിൽ ഒരുക്കുന്നത്. നമ്പർ 8, കാസൽ ഇൻ ദ സ്കൈ. ഹയാവോ മിയസാക്കി സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ സിനിമയാണ് കാസൽ ഇൻ ദ സ്കൈ. ജിബ്ലി സ്റ്റുഡിയോയുടെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പ്രൊജക്റ്റായ ഈ സിനിമ ഒരു ഫാന്റസി അഡ്വഞ്ചർ കഥയാണ് പറഞ്ഞു വയ്ക്കുന്നത്. മിയസാക്കി എന്ന സംവിധായകന്റെ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റിയും അദ്ദേഹത്തിന്റെ യുണീക്കായിട്ടുള്ളൊരു സ്റ്റൈലും വിളിച്ചോതിയൊരു സിനിമ കൂടിയാണ് കാസൽ ഇൻ ദ സ്കൈ. ഷീര, പാസി എന്ന 2 കഥാപാത്രങ്ങളാണ് ഈ കഥയിലെ പ്രധാന ക്യാരക്ടേഴ്സ്. മിത്തിക്കൽ ഫ്ലോട്ടിംഗ് ഐലൻഡായ ലപ്പൂരയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനായി ഈ 2 ക്യാരക്ടേഴ്സ് നടത്തുന്ന സാഹസിക യാത്രയും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് ഈ കഥയിലുള്ളത്. അന്നുവരെ അധികമാരും കണ്ടിട്ടില്ലാത്ത ആകാശയാത്രകളിലൂടെയും അത് ചെയ്തു വച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആനിമേഷൻസിലൂടെയും ജിബ്ലി സ്റ്റുഡിയോയിൽ ഈ സിനിമ ഒരു ബെഞ്ച് മാർക്കായി പിന്നീട് മാറി. നമ്പർ 7, മൈ നെയ്ബർ ടൊട്ടോറോ. ഹയാവോ മിയസാക്കി തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. 1988 പുറത്തിറങ്ങിയ ഈ സിനിമ ഒത്തിരിയധികം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ആനിമേജ് ആനിമേ ഗ്രാൻഡ് പ്രിക്സ് പ്രൈസ്. 2 സഹോദരിമാരെ കുറിച്ചുള്ള കഥയാണ് മൈ നെയ്ബർ ടൊട്ടോറോ. ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് മാറി താമസിക്കുമ്പോൾ അവരവിടെ കുറേ മാജിക്കൽ ക്രീച്ചേഴ്സിനെ കണ്ടുമുട്ടുന്നു. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് സ്പിരിറ്റായ ടൊട്ടോറോയും ഉൾപ്പെടുന്നുണ്ട്. ഹൃദയസ്പർശിയായ ഒരു കഥയും ഗംഭീരമായ നറേഷനും മറ്റ് ജിബ്ലി മൂവീസിലുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനും ഒരു പിടിമുകളിൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ബാല്യത്തിന്റെ നിഷ്കളങ്കതയും പ്രകൃതിയുടെ ഭംഗിയും ഒക്കെ സിംബലൈസ് ചെയ്യുന്ന ഈ സിനിമ ജാപ്പനീസ് കൾച്ചറിനെ തന്നെ വളരെ വലുതായിട്ട് പിൻകാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്പർ 6, നാസിക്ക ഓഫ് ദ വാലി ഓഫ് വിൻഡ്സ്. ഹയാവോ മിയസാക്കി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ സിനിമയാണ് നാസിക്ക ഓഫ് ദ വാലി ഓഫ് വിൻഡ്സ്. വാലി ഓഫ് വിൻഡ്സിലെ യങ് പ്രിൻസസ്സായ നാസിക്കയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് മെയിൻ റോളിൽ വരുന്ന ജിബ്ലി സ്റ്റുഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന മൂവീസിൽ ഒന്നാണ് ഈ സിനിമ. യുദ്ധങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുപറ്റം രാജ്യങ്ങളും വളരെ വലിയ ജീവജാലങ്ങളും പ്രാണികളുമൊക്കെ ജീവിക്കുന്ന ഒരു ടോക്സിക്കായ വനത്തിനുമിടയിൽ പെട്ടുപോകുന്ന നാസിക്കയുടെ സ്ട്രഗിൾസാണ് ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നത്. എൻവയോൺമെന്റലിസം, പാസിഫിസം എന്നീ ആശയങ്ങളെ വളരെ മനോഹരമായി കാണിച്ചു തരുന്ന ഈ കഥയിൽ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. വെറുപ്പും പകയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാസിക്കയുടെ കഥാപാത്രം വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പർ 5, ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്. ഇസാവോ തകഹാത്ത സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ സിനിമയാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്.
സെൽറ്റ ആൻഡ് സെറ്റ്സുക എന്ന 2 സിബ്ലിങ്സ് ആണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. സെക്കൻഡ് വേൾഡ് വാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കഥയിൽ യുദ്ധത്തിന്റെ അവസാന മാസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഈ സഹോദരങ്ങളുടെ കഥ എത്ര വലിയ കഠിനഹൃദയരുടെയും കണ്ണു നിറയ്ക്കും. മറ്റുള്ള ജിബ്ലി മൂവീസിൽ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഫാന്റസി റൊമാൻറ്റിക് ജാൻറയിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ച സിനിമയാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്. യുദ്ധം വരുത്തിവെക്കുന്ന ഭീതിയും അതിലില്ലാതാകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളുമൊക്കെ വളരെ റിയലിസ്റ്റിക്കായി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കഥയിലുടനീളമുള്ള ഇമോഷണൽ ഡെപ്തും ഗംഭീരമായ ആനിമേഷനും യുദ്ധത്തിനെതിരായ ശക്തമായ സന്ദേശവും ഈ സിനിമയെ ഒരു മാസ്റ്റർ പീസായി മാറ്റുന്നുണ്ട്. നമ്പർ 4, ഹവൽസ് മൂവിംഗ് കാസൽ. ഹയാവോ മിയസാക്കി സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ഹവൽസ് മൂവിംഗ് കാസൽ ബ്രിട്ടീഷ് ഓതറായ ഡയാന വിൻ ജോൺസന്റെ നോവലിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോഫി എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. യൗവനത്തിന്റെ എല്ലാ ആർഭാടങ്ങളും ആസ്വദിക്കേണ്ടടുത്ത് ഒരു മന്ത്രവാദിനിയുടെ ശാപത്തിന്റെ പേരിൽ ഒരു പ്രായം ചെന്ന സ്ത്രീയായി രൂപാന്തരപ്പെടുന്ന സോഫി കഥ പുരോഗമിക്കുമ്പോൾ ഹൗൾസ് മൂവിംഗ് കാസലിൽ എത്തിപ്പെടുന്നു. ആ യാത്രയിൽ സോഫി കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അഡ്വഞ്ചേഴ്സുമൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. യുദ്ധവും പ്രണയവും സാഹസികതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഈ കഥ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ സോളിഡായിട്ടുള്ള വേൾഡ് ബിൽഡിംഗ് കൊണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടും ഈ സിനിമ വ്യത്യസ്തമാകുമ്പോൾ അവിടെ മിയസാക്കിയുടെ ഫിലിമോഗ്രഫി ആയിരുന്നു ലോകം വീണ്ടും വാഴ്ത്തിപ്പാടിയത്. നമ്പർ 3, പ്രിൻസസ് മോനോനോക്കെ. ഹയാവോ മിയസാക്കി 1997 സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് പ്രിൻസസ് മോനോനോക്കെ. അന്നുവരെ പുറത്തിറങ്ങിയതും അതിനുശേഷം ഇറങ്ങിയതുമായ ആനിമേറ്റഡ് സിനിമകളുടെ ഒരു ലാൻഡ്മാർക്കായി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണിത്. അഷിതാക്ക എന്ന ചെറുപ്പക്കാരനായ യോദ്ധാവാണ് ഈ കഥയിലെ പ്രധാന പ്രൊട്ടോഗണിസ്റ്റ്. വനവും അതിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനായി പോരാടുന്ന സാൻ എന്ന വിളിപ്പേരുള്ള പ്രിൻസസ് മോനോനോക്കെയും ആ വനത്തിലെ സ്രോതസ്സുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപറ്റം മനുഷ്യരുടെ ഇടയിൽ പെട്ടുപോകുന്ന സമാധാനത്തിനായി നിലകൊള്ളുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അഷിതാക്കയെ പോർട്രേ ചെയ്യുന്നത്. കഥാനായകനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് ചെന്നായക്കൂട്ടം വളർത്തി വലുതാക്കിയ പ്രിൻസസ് മോനോനോക്കെ. നൗസിക്ക ഓഫ് ദ വാലി ഓഫ് ദ വിൻഡ്സ് എന്ന സിനിമ പോലെ തന്നെ എൻവയോൺമെന്റലിസത്തിന് ശക്തമായ ഊന്നൽ കൊടുത്തുകൊണ്ട് വ്യവസായവൽക്കരണത്തിന്റെ ഇരുണ്ട മറുവശം കാണിച്ചു തരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നാച്ചുറലും സൂപ്പർ നാച്ചുറലുമായിട്ടുള്ള എലമെന്റ്സിനെ വളരെ ഡെപ്തോടുകൂടി തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ഈ സിനിമയിലെ ആനിമേഷന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. നമ്പർ 2, ദ ബോയ് ആൻഡ് ദ ഹെറോൺ. 2023 ഹയാവോ മിയസാക്കി സംവിധാനം ചെയ്ത മറ്റൊരു മാസ്റ്റർ പീസാണ് ദ ബോയ് ആൻഡ് ദ ഹെറോൺ. ജിബ്ലി സ്റ്റുഡിയോയുടെ ലേറ്റസ്റ്റ് ഫിലിമായ ദ ബോയ് ആൻഡ് ദ ഹെറോൺ ഒരു ഫാന്റസി വേൾഡിലേക്ക് എത്തിപ്പെടുന്ന ഒരു യങ് ബോയിയുടെ കഥയാണ് പറഞ്ഞു വയ്ക്കുന്നത്. തൻ്റെ യാത്രയിൽ ആ കുട്ടി കണ്ടുമുട്ടുന്ന ഹെറോൺ ഈ സിനിമയിലെ മറ്റൊരു അവിഭാജ്യ കഥാപാത്രമാണ്. മനുഷ്യന്റെ വികാരങ്ങളിലേക്കും പ്രകൃതിയിലേക്കും ഇറങ്ങിച്ചെന്ന് ആരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത പല എലമെന്റ്സിനെയും ദൃശ്യവൽക്കരിക്കുന്ന മിയസാക്കിയുടെ ലെഗസി ഈ സിനിമയിലും ഗംഭീരമായി നമുക്ക് കാണാൻ കഴിയും. ഒരേ സമയം അക്കാഡമി അവാർഡ്സിലും ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിലും 2023 മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം കരസ്ഥമാക്കാൻ ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റു പല പ്രശസ്ത അവാർഡുകളും കരസ്ഥമാക്കിയ ഈ സിനിമ ജിബ്ലി സ്റ്റുഡിയോയുടെ നിലവാരം എന്താണെന്ന് ലോകത്തിനു മുൻപിൽ വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ദ നമ്പർ 1, സ്പിരിറ്റഡ് എവേ. ഹയാവോ മിയസാക്കി തന്നെയാണ് ഈ സിനിമയുടെയും സംവിധായകൻ. 2001 പുറത്തിറങ്ങിയ സ്പിരിറ്റഡ് എവേ ലോകത്തിൽ എല്ലായിടത്തും ഒത്തിരിയധികം സ്വീകാര്യത ലഭിച്ച ഒരു സിനിമയാണ്. വളരെ ആഴത്തിലുള്ള പ്രതീകാത്മകതയും റിച്ച്ലി ലെയർഡ് ആയിട്ടുള്ള നറേഷനുമുള്ള ഈ സിനിമ മനുഷ്യരിലെ സ്വാർത്ഥതയെക്കുറിച്ചും അത്യാർത്ഥിയെക്കുറിച്ചും കൺസ്യൂമറിസത്തെക്കുറിച്ചും എൻവയോൺമെന്റലിസത്തെക്കുറിച്ചും ഗംഭീരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 10 വയസ്സ് മാത്രം പ്രായമുള്ള ചിഹിറോ എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ പ്രധാന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ഒരു നിഴല് പോലെ നിന്നിരുന്ന ഒരിടത്തു നിന്ന് സ്വയം മച്യൂരിറ്റി കണ്ടെത്തി ലോകത്തിൽ തൻ്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുന്ന ചിഹിറോയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതിമനോഹരമാണ്. തന്നിലെ ശൂന്യതയെ നിറയ്ക്കാനായി കയ്യിൽ കിട്ടുന്നതൊക്കെ കഴിച്ചു തീർക്കാൻ ശ്രമിക്കുന്ന നോ ഫേസ് എന്ന ഈ സിനിമയിലെ ഐക്കോണിക് ക്യാരക്ടർ യഥാർത്ഥത്തിൽ കൺസ്യൂമർ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ കടന്നാക്രമണവും അവന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവുമെല്ലാം പ്രായഭേദമന്യേ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജിബ്ലി സ്റ്റുഡിയോ ചെയ്തു വെച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സിനിമകൾ ഏതൊക്കെയാണ്? ലെറ്റ് മീ നോ ഇൻ കമൻസ്.